ഹായ് ഡിയേഴ്സ്, നമ്മുടെ +1 തുല്യതയുടെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി പോയില്ലേ? നിങ്ങൾക്ക് എക്സാം കഴിയാറായി ഏകദേശം. ഞാൻ ഇതുവരെ +2ൻ്റെ ക്ലാസ്സുകളാണ് കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് +1ലേക്ക് കടക്കാഞ്ഞത്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് തരുന്നതാണ്. ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്കണോമിക്സ് എക്സാമിലേക്കുള്ള ക്ലാസ്സുകളും ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ നോക്കുന്നത്, ഭരണഘടനയുടെ ചുമതലകൾ. ഇതിൽ നമുക്ക് ഭരണഘടനയെക്കുറിച്ചിട്ടും ഭരണഘടനയുടെ ചുമതലകളെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്കറിയാം, ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും സമാഹാരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്. ലിഖിത ഭരണഘടന എന്നൊക്കെ പറയും നമ്മൾ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യയുടേതാണ് അല്ലേ? ഇനി നമുക്ക് ഭരണഘടനയെക്കുറിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്നിട്ട് അതിലൂടെ നമുക്ക് എവിടേക്ക് പോവാം? ഭരണഘടനയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതും കൂടി കിട്ടും, ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള ആൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നാണ് നമ്മുടെ ഭരണഘടന രൂപീകൃതമായത്? 1949 നവംബർ 26-നാണ്. ഭരണഘടന നിലവിൽ വന്ന ദിവസം എന്ന് പറയുന്നത് 1950 ജനുവരി 26. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതേ. ചിലപ്പോൾ വൺ വേർഡിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഓപ്ഷൻ കാണുമ്പോഴേ. അപ്പം നമ്മുടെ ഭരണഘടനയെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഭരണഘടനയുടെ ചുമതലകൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയെ കുറിച്ചിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. എന്നാൽ ഇനി നമുക്ക് ഭരണഘടനയുടെ ചുമതലകളിലേക്ക് പോകാം അല്ലേ? ഭരണഘടനയുടെ ചുമതലകൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഏകോപനവും ഉറപ്പും നൽകുന്നു. രണ്ടാമത്തത് തീരുമാനമെടുക്കാനുള്ള അധികാരം നിർണ്ണയിക്കുന്നു. മൂന്നാമത്തത് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. നാലാമത്തത് ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു. അഞ്ചാമത്തത് ഒരു ജനതയ്ക്ക് മൗലിക വ്യക്തിത്വം നൽകുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ പൗരന്മാരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക, തുല്യത ഉറപ്പുവരുത്തുക, അങ്ങനെ ഒരുപാട് ചുമതലകൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ട് കേട്ടോ. അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏകോപനവും ഉറപ്പും നൽകുന്നു. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനമുണ്ടാക്കുന്ന അടിസ്ഥാനപരമായ നിയമാവലി പ്രദാനം ചെയ്യുകയാണ് ഏത് ഭരണഘടനയുടെയും ഒന്നാമത്തെ ധർമ്മം. രണ്ടാമതാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം നിർണ്ണയിക്കുന്നു. അതായത് ഒരു സമൂഹത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം ആർക്കൊക്കെയാണെന്ന് നിർണ്ണയിച്ചു നൽകുകയാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത്. ഗവൺമെൻറ് എങ്ങനെ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുന്നതും ആരാണ്? ഭരണഘടനയാണ്. അടുത്തതാണ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. ഗവൺമെൻറ്റിന് അതിൻ്റെ പൗരന്മാരുടെ മേലുള്ള അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുക എന്നതാണ് ഭരണഘടനയുടെ മൂന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് കേട്ടോ. ഈ പരിധികൾ ഗവൺമെൻറ്റിന് ഒരിക്കലും ലംഘിക്കാനാവാത്ത വിധത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. ഇനി അടുത്തതാണ് ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു. അതായത് ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ പ്രാപ്തമാക്കുകയും ഒരു നീതിയുക്ത സമൂഹം രൂപീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ നാലാമത്തെ ധർമ്മം. അഞ്ചാമത്തതാണ് ഒരു ജനതയ്ക്ക് മൗലിക വ്യക്തിത്വം നൽകുന്നു.
ഭരണഘടന ഒരു ജനതയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തിത്വം നൽകുകയാണ് കേട്ടോ. ഈ ജനങ്ങൾ ഒരു കൂട്ടായ അസ്തിത്വമായിട്ട് നിലവിൽ വരുന്നത് ഈ ഭരണഘടനയിലൂടെയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഭരണഘടനയുടെ ചുമതലകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഈ 5 എണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതണേ. ഇനി നമുക്ക് ഭരണഘടനയുടെ ആധികാരികത നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രഖ്യാപന രീതി. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അതുകൂടാതെ ഭരണഘടനയ്ക്ക് ജനസമ്മതിയുള്ള നേതാക്കളുടെ പിന്തുണ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തതാണ് ഭരണഘടനയുടെ മുഖ്യ വ്യവസ്ഥകൾ. അതായത് ഒരു ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ സമൂഹത്തിലെ എല്ലാവർക്കും സ്വീകാര്യമായതാണെങ്കിൽ ആ ഭരണഘടന ഫലപ്രദമായിരിക്കും. നെക്സ്റ്റാണ് സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത രീതി. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാരങ്ങളെ സന്തുലിതമായി ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് വിഭജിച്ച് നൽകുക. അതായത് അധികാരങ്ങളൊക്കെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിന് മാത്രം കൊടുക്കുകയല്ല, നേരെ മറിച്ചിട്ട് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് വിഭജിച്ചാണ് അവിടെ അധികാരങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ കോളത്തിലൊക്കെ കൊടുത്തോണ്ട് ഇതെന്തോ സംഭവമാണെന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഭരണഘടനയുടെ ആധികാരത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് ഈ 3 എണ്ണം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൽ ഒരു ഭരണഘടനയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ് നമ്മൾ എന്ത് പറയണത്, ആധികാരികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഇതിലെ പ്രഖ്യാപന രീതി എന്ന് പറയുന്നത് ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത് എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പ്രഖ്യാപന രീതി എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സമിതിയാണ്. അതാണ് ഈ പ്രഖ്യാപന രീതിയിൽ പറയുന്നത് കേട്ടോ. രണ്ടാമത്തേത് ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകളല്ലേ നമ്മൾ പറഞ്ഞത്. ഇത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ യുക്തിസഹവും തൃപ്തികരവുമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായാൽ അത് കൂടുതൽ ആധികാരികമായിട്ട് മാറും അല്ലേ. അതാണ് രണ്ടാമത്തെ ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അധികാരങ്ങൾ എന്ത് ചെയ്യാണ്, വ്യത്യസ്ത സ്ഥാപനങ്ങൾക്ക് വിഭജിച്ച് നൽകുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളുടെ കൃത്യമായ അധികാര വിഭജനമാണ് അവിടെ നടക്കുന്നത്. അതാണ് 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, ആൻഡ് ലാസ്റ്റ് നീതിന്യായ വിഭാഗം. അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഭരണഘടന എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ പറഞ്ഞു, ഭരണഘടനയുടെ ചുമതലകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഭരണഘടനയുടെ ആധികാരികതകളെ വിളിച്ചു പറയുന്ന രീതികൾ പറഞ്ഞു. ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക, റിപ്പീറ്റായിട്ട് കേട്ടിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്